Mesmerizing wedding collection. Tejaswini by Chungat Jewelry. ഇടശ്ശേരി ജ്വല്ലറി കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി കാലടി. 27 വർഷമായി സ്വന്തം വീടുകളിലേക്ക് വഴിയില്ലാത്ത 13 കുടുംബങ്ങളുണ്ട്. കേരളത്തിന്റെ വ്യാവസായിക തലസ്ഥാനമെന്ന് പേരുകേട്ട എറണാകുളം ജില്ലയിലെ നമ്മുടെ സ്വന്തം കാലടിയിൽ 16-ാം വാർഡിൽ കുറ്റിലക്കര പ്രദേശത്താണ് മറ്റെവിടെയും കാണാനാകാത്ത ഈ അപൂർവ ദൃശ്യം. ഇലക്ഷൻ്റെ സമയത്ത് എല്ലാവരും കൂടി വോട്ട് ചോദിക്കാൻ വരും. അപ്പോൾ കുറേ വാഗ്ദാനങ്ങൾ പറയും. പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരാളെയും ഈ വഴിക്ക് കാണാറില്ല. അങ്ങനെയാണ് ഇവിടെ എല്ലാ വർഷവും ഈ ഇലക്ഷൻ വരുന്ന സമയത്തൊക്കെ അങ്ങനെയാണ് ഇവിടെ ഉള്ളത്. പിന്നെ ആരും തിരിഞ്ഞു നോക്കൂല, ഒന്നുമില്ല. 21-ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന ബോധം, അറിവും ലോകവിവരവും കുറഞ്ഞ പാവപ്പെട്ടവർക്ക് ഒരുപക്ഷെ ഉണ്ടായെന്ന് വരില്ല. എന്നാൽ ജനപ്രതിനിധികൾക്ക് അത് തീർച്ചയായും ഉണ്ടാകണം, പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക്. അവരാണല്ലോ പ്രാദേശിക ജീവിത സാഹചര്യങ്ങളുടെ പൾസ് അറിയുന്നവർ. എന്നാൽ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാത്ത ചില രാഷ്ട്രീയക്കാരും മറ്റൊന്നും ചിന്തിക്കാതെ സ്ഥിരമായി അവർക്കു തന്നെ വോട്ടുകുത്തുന്ന ജനങ്ങളുമുള്ളപ്പോൾ ചില തദ്ദേശ വാർഡുകൾ ഒരു വിഭാഗത്തിന്റെ മാത്രം കുത്തകയായി മാറുന്നു. അത്തരത്തിൽ കുത്തക ഭരണത്തിന്റെ ദൗർബല്യം അനുഭവിക്കുന്ന പ്രദേശമാണ് കാലടി ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡിലെ കുറ്റിലക്കര ചൂണ്ടാണിക്കുളം ഭാഗമെന്ന് അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് മറ്റൂർ ഡിവിഷൻ അംഗം സിജോ ചൊവ്വരാൻ പറയുന്നു. മറ്റൂർ ബ്ലോക്ക് ഡിവിഷനിൽ ഇവിടെ കാലടി പഞ്ചായത്ത് 16-ാം വാർഡ് കുറ്റിലക്കര ചൂണ്ടാണിക്കുളം ഭാഗത്തെ 13 കുടുംബങ്ങൾ 4 പതിറ്റാണ്ടുകളായി കാലവർഷക്കെടുതി വരുമ്പോൾ ഇവരുടെ മുന്നിൽ ഒറ്റ ഓപ്ഷനേ ഉള്ളൂ: വെള്ളം കയറുക, വേങ്ങൂർ പള്ളി പാരിഷ് ഹാളിലെ ക്യാമ്പിലേക്ക് പോവുക. ഞാനിവിടെ ആദ്യമായിട്ട് മറ്റൂർ ഡിവിഷനിൽ ഒരു ഇടതുപക്ഷ ജനപ്രതിയായിട്ട് ജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെയൊക്കെ ഈ സമീപ പ്രദേശങ്ങളിലെ വിഷയം മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് ബോധ്യമായ ഒരു രാഷ്ട്രീയ വശമുണ്ട്. ഒരു പഞ്ചായത്ത് വാർഡിലെ അടിസ്ഥാന സൗകര്യ വികസനം 100% ബേസിക് ആ വാർഡ് മെമ്പറെ ബേസ് ചെയ്തായിരിക്കുന്നത്. ആ വാർഡ് മെമ്പറാണ് പഞ്ചായത്തിലെ പദ്ധതികൾ വിഭാവനം ചെയ്യേണ്ടത്. 40 വർഷമായിട്ടും ഈ 16-ാം വാർഡിൽ കോൺഗ്രസിൻ്റെ ജനപ്രതിനിധികളെ ജയിച്ചിട്ടുള്ളൂ. ഒരു വലിയൊരു കോട്ടയാണ്. ബ്ലോക്ക്, ജില്ലാ, ഡിവിഷൻ ഞാനിപ്പോൾ ഒഴിച്ച് കോൺഗ്രസിൻ്റെ പ്രതികളെ ജയിച്ചിട്ടുള്ളൂ. MLA, MP, ഘട്ടഘട്ടങ്ങളിൽ സംസ്ഥാന ഭരണം എല്ലാം ഉണ്ടായിട്ടും അടിസ്ഥാന സൗകര്യം ഈ 13 കുടുംബങ്ങളുടെ മറന്നു പോയതിൽ വലിയ വലിയ വീഴ്ചയുണ്ട്. അത് പരിഹരിക്കണം. ജനപ്രതിനിധിക്ക് പറ്റിയില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി പരിഹരിക്കണം. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഈ വാർഡിൽ നിന്നാണ്, ഇടപെടണം. റിക്വസ്റ്റാണ്. ഞങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾ നടത്താനേ കഴിയൂ. പരിമിതമായ ബ്ലോക്ക് പദ്ധതി ഫണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഞാനും വയ്ക്കാം. ആ ഭരണം, ബ്ലോക്കിൻ്റെ ഭരണവും നിങ്ങളുടെ കൈകളിൽ തന്നെയാണ്. അങ്കമാലി നഗരസഭയുടെയും കാലടി ഗ്രാമപഞ്ചായത്തിന്റെയും അതിർത്തിയാണ് കുറ്റിലക്കര പ്രദേശം. പ്രൗഢിയുള്ള MC റോഡിൽ നിന്ന് വെറും 1/2 കിലോമീറ്റർ മാത്രമേയുള്ളൂ ഈ ഭാഗത്തേക്ക്. എന്നാൽ വന അന്തർഭാഗത്തെ ചില ആദിവാസി ഊരുകളിലേക്ക് കടന്നു ചെല്ലുന്ന പ്രതീതിയാണ് ഇവിടെ എത്തുമ്പോൾ അനുഭവപ്പെടുന്നത്. വർഷം തോറും ഓണത്തിന് മഹാബലി എത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാൽ ഇവിടുത്തെ വോട്ടർമാർ ജയിപ്പിച്ചു വിടുന്ന ജനപ്രതിനിധികൾ വീണ്ടും വരണമെങ്കിൽ വർഷം 5 കഴിയണം. വർഷത്തിൽ 4-5 വട്ടം വരുന്ന വെള്ളപ്പൊക്കമാണ് ഇവിടുത്തെ വിശിഷ്ടാതിഥി. കഴിഞ്ഞ പ്രാവശ്യം വെള്ളം കയറി ഞങ്ങൾ സിറ്റ് ഔട്ട് വരെ ഞങ്ങൾ വെള്ളം ഉണ്ടായിരുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ദുരിതമാണ്. പുറത്തിറങ്ങാൻ പറ്റില്ല. ഈ പിള്ളേരെ കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. രാത്രി ആകുമ്പോൾ വെള്ളം കയറുമോ എന്നുള്ള പേടിയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. വെള്ളം വന്നിട്ടുണ്ടെങ്കിൽ പാമ്പ്, പഴുതാര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പെരക്കാത്തേക്ക് കയറുമെന്ന് ഞങ്ങൾ നോക്കിയിരിക്കും. ഇതിൽ കൂടെ നടക്കാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. ആ നടവഴിയൊക്കെ ആണെങ്കിൽ ആകെ തെന്നി തെറിച്ച് കിടക്കുമായിരിക്കും. ഈ പിള്ളേരെ കൊണ്ട് പെട്ടെന്നൊന്ന് പോകണമെങ്കിൽ തന്നെ അതിൽ കൂടെ പോകാനുള്ള സൗകര്യം ഞങ്ങൾക്കില്ല. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ബാത്റൂമിൽ പോലും പോകാൻ പറ്റില്ല. ബാത്റൂമിലേക്കൊക്കെ വെള്ളം കയറും. വീടാണെങ്കിൽ എല്ലാ വർഷവും വെള്ളം കയറി വീടാണെങ്കിൽ പോവാറായിട്ടിരിക്കുകയാണ്. വീടാകെ കുതിർന്നിരിക്കുകയാണ്. ഇപ്പോൾ കുറേ ആയി വെള്ളം കയറി. ആ വശമാണെങ്കിൽ ഒന്നാമത്തെ ഞങ്ങൾ തേച്ചിട്ടില്ലാത്തതുകൊണ്ട് വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഞങ്ങൾക്ക്. എൻ്റെ ഒരു സിജോ, ഈ കഴിഞ്ഞ ചെറിയ മഴയിലും പോയി എൻ്റെ വീട്ടിലേക്ക്, ഞങ്ങളുടെ പരിസര വീട്ടിലേക്ക് എല്ലാവർക്കും വെള്ളം വന്നു. വീടിൻ്റെ അകത്തൊരു വെള്ളം കയറി കുറച്ച്. ഞങ്ങൾ എല്ലാ കൊല്ലം ഇതാണ് ഞങ്ങൾക്ക് അവസ്ഥ. ഇവിടെ ഒന്നും വരാനും പോലും ആരുമില്ല. വെട്ടമില്ല, വെളിച്ചമില്ല, ഒന്നുമില്ല. വഴിയാണെങ്കിൽ ആദ്യം ഇവിടെ തെന്നി കിടക്കല്. എല്ലാവരും വന്ന് വീട് ഒരു വെള്ളം കയറിയാൽ തന്നെ ഞങ്ങൾക്ക് ഇത് പോകാൻ പോലും ഒരു വഴി സൗകര്യം പോലും ഇല്ല. വഴി ഉണ്ടെന്ന് പറയാം, അത് അത്ര കാര്യമുള്ളൂ. പോകാൻ പറ്റില്ല വഴിക്കൂടെ. എല്ലാ പ്രാവശ്യവും ഞങ്ങളുടെ വീടായാലും ഈ പരിസരത്തെ എല്ലാ വീട്ടിലും വെള്ളം കയറലും
ഞങ്ങളുടെ വീടാണെങ്കിൽ ഒക്കെ ഈ എല്ലാ പ്രാവശ്യം വെള്ളം കയറി ബലവും കുറഞ്ഞവരാണ്, വീടിനായാലും എല്ലാത്തിനായാലും. തൊട്ടടുത്ത് ആനാട്ടുതോടിൽ നിന്ന് കരകവിഞ്ഞെത്തുന്ന കക്കൂസ് വിസർജ്യമടക്കമുള്ള മാലിന്യങ്ങളും വിഷം കലർന്ന രാസമാലിന്യവും പെരുമ്പാമ്പുകൾ അടക്കമുള്ള ഇഴജന്തുക്കളും വെള്ളത്തോടൊപ്പമുണ്ടാകും. 13 കുടുംബങ്ങളാണ് ചൂണ്ടാണിക്കുളം പ്രദേശത്ത് താമസിക്കുന്നത്. 2015-20 ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് 40 മീറ്റർ നീളത്തിൽ ഒരു കോൺക്രീറ്റ് പാത നിർമ്മിച്ചു. 13 കുടുംബങ്ങളിൽ ആദ്യത്തേതായ കാച്ചപ്പള്ളി ആൻഡുവിന്റെ വീടിന് മുന്നിൽ വരെയാണ് കോൺക്രീറ്റ് പാത. ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഈ കോൺക്രീറ്റ് പാതയുടെ അറ്റത്തു നിന്നുകൊണ്ടാണ് കൈപ്പത്തി ഉയർത്തിക്കാട്ടി നേതാക്കൾ വോട്ട് ചോദിക്കുന്നത്. കോൺക്രീറ്റ് പാതയ്ക്ക് അപ്പുറം വേറെയും വീടുകൾ ഉണ്ടെന്ന് പോലും അറിവില്ലാത്ത നേതാക്കൾ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴും ഇതേ അഭ്യാസം തുടരുകയും ചെയ്യും. 13 വീടുകളും വെള്ളത്തിൽ മുങ്ങുമ്പോൾ ദൂരെ നിന്ന് ദുരന്ത ദൃശ്യം വീക്ഷിക്കാനും നേതാക്കൾ ഉപയോഗിക്കുന്നത് കോൺക്രീറ്റ് പാതയുടെ ഇതേ അറ്റമാണ്. കോൺക്രീറ്റ് പാതയിൽ വഴിവിളക്കുകളില്ല. പാത കഴിഞ്ഞാൽ പിന്നീടുള്ള വീടുകൾക്ക് വഴിയുമില്ല. ഈ വർഷം മഴ ആരംഭിച്ചപ്പോൾ പായലും ചെളിയും നിറഞ്ഞ് കോൺക്രീറ്റ് പാതയിൽ വഴുക്കലുണ്ടായി. കാച്ചപ്പള്ളി ആൻഡുവിന്റെ ഭാര്യ മേരി റോഡിൽ തെന്നി വീണ് കൈകാലുകൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. അത് ഞാനിവിടുന്ന് 5:30 ഇവിടുന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ അവിടെ കാല് തെന്നി ഈ കയ്യിലിരുന്ന ടോർച്ചും തെറിച്ചുപോയി, കൈ തല്ലി വീണു. പിന്നെ മുട്ട് കുത്തിയത് വീണത്. അപ്പം ഞാൻ ഓർത്ത് മുട്ടിന് അധികം വേദന എനിക്ക് എണിക്കാനൊന്നും പറ്റിയില്ല. പുള്ളിക്കാരൻ വന്ന് വേഗം എന്നെ വാരി കൂട്ടി എടുത്ത പോലെ എടുത്ത് അവിടെ ഓട്ടോറിക്ഷയുടെ അടുത്ത് കൊണ്ടുപോയി. അവിടെ ചെന്നിട്ട് എനിക്ക് ഓട്ടോറിക്ഷയിലേക്ക് കയറാനൊന്നും എനിക്ക് വയ്യ. അങ്ങനെ തന്നെ കാശുപത്രിയിൽ ചെന്നപ്പോൾ അവർ എക്സ്റേ എടുത്തു. കൈക്ക് പൊട്ടുണ്ട് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കാലിൻ്റെ ചട്ടിക്കുള്ള കാര്യമൊന്നും അവർ പറഞ്ഞില്ല. മറ്റേ ഇതെല്ലാം പറഞ്ഞ ചതവാണെന്ന് പറഞ്ഞ് പട്ടി ചുറ്റി തന്നു വിട്ടു. ഒരാഴ്ച കഴിഞ്ഞ് ചെല്ലാൻ പറഞ്ഞ് ചെന്ന എക്സ്റേയിൽ ചിരട്ടയുടെ ഇതിനിങ്ങനെ വിള്ളൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ 1 മാസത്തേക്ക് പ്ലാസ്റ്റർ ഇട്ട് തന്നു. പ്ലാസ്റ്റർ ഇട്ട് തന്നുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തീരെയും ചെല്ലാൻ പറഞ്ഞു. അപ്പം ഞാനിവിടെ പയ്യെ ബാത്റൂമിലേക്ക് ഒന്ന് പയ്യെ നടക്കുമായിരുന്നു. അപ്പം എനിക്ക് ആ വിള്ളൽ ഒന്നും കൂടി കൂടുതലായി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ ചെയ്യാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ 1-ാം തീയതി 28-ാം തീയതി ഞങ്ങൾ ആശുപത്രി പോകാനായിട്ട് വെളുപ്പിനാണ് പോവാണ്. അപ്പം നല്ലതായിട്ട് നല്ല മഴയുണ്ടായിരുന്നു. ആ മഴ സമയത്തായിരുന്നു ഞങ്ങൾ പയ്യെ പോയി. അവിടെ പകുതി അങ്ങോട്ട് എത്തിയില്ല, കുറച്ചങ്ങോട്ട് ചെന്നുള്ളൂ. അപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി തെന്നി അയാൾ വീണ് ഞങ്ങൾ ഒരു പ്രകാരത്തിന് പുള്ളിക്കാരത്തിനെ എടുത്ത് 2 സൈഡ് ആ റോഡിൻ്റെ അങ്ങേ വശവും ഇങ്ങേ വശവും ഒക്കെ പൂപ്പിൽ പിടിച്ച് കിടക്കാണ്. നടക്കാൻ പറ്റില്ല. ഒരു കാല് മാറി എന്നോട് ചവിട്ടി പോയി കഴിഞ്ഞാൽ അപ്പം അവിടെ ഇടിഞ്ഞു വീഴും. എത്ര ആൾക്കാർ അവിടെ വീഴാൻ പോയത്. അപ്പം അങ്ങനെ 2 സൈഡും പൂപ്പിലായിരുന്നു. അത് കാരണം കൊണ്ട് ഇടിഞ്ഞൊഴിഞ്ഞ് വീണേ. എന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കാലിന് ചതവുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 1-ാം തീയതി എന്ന് ഇപ്പോൾ ഡോക്ടർ പറയണ കാലിൻ്റെ എല്ലിന് പൊട്ടുണ്ട്, പ്ലാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോഴുണ്ട് ഇവിടെ മുഴുവനും. അപ്പോഴത്തേക്കും മഴ പെയ്ത് വെള്ളം കയറി ഞങ്ങളുടെ മുറ്റത്ത് 2ാമത്തെ നടുക്കല്ല് വരെ വെള്ളമായി. ഇവർ വിളിച്ചു പറഞ്ഞു, ഈ ചെറുക്കനൊക്കെ വിളിച്ചു പറഞ്ഞു അവിടെ വെള്ളം ഉണ്ടോ എന്ന് പറഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ വെള്ളം ഇറങ്ങിയത്. കൂലിപ്പണിയെടുത്തും വീട്ടുവേലയ്ക്ക് പോയും തട്ടിയും മുട്ടിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരാണ് ഈ 13 കുടുംബക്കാർ. ചുറ്റുവട്ടത്തുള്ളത് കോടീശ്വരന്മാരായ മുതലാളിമാർ നടത്തുന്ന ചില കമ്പനികളും. പാവപ്പെട്ടവരുടെ വീടിന് മുൻപിലൂടെ ഒഴുകുന്ന ആനാട്ടുതോട്ടിലേക്ക് മാലിന്യം ഒഴുക്കിവിടുകയാണ് ഈ കമ്പനികൾ. മലിനജലം ഉറവയായെത്തി ഈ ഭാഗത്തെ കിണറുകളിലെ വെള്ളം ഉപയോഗശൂന്യമായിരിക്കുകയാണ്. പ്രദേശമാകെ കടുത്ത ദുർഗന്ധവും അനുഭവപ്പെടുന്നു. ഈ തോട്ടിൽ വെള്ളം ഈ മലിനപ്പെട്ടാണ് ഇപ്പം കാണാൻ നോക്കി ഈ കരിക്കട്ട പോലെ വെള്ളമാണത്. ആ വെള്ളമാണ് ഞങ്ങൾക്ക് ഈ കിണറുകളിലൊക്കെ ഞങ്ങൾക്ക് എല്ലാ വീട്ടിലും കിണറുണ്ട്. കിണറുകളിലൊക്കെ ബാധിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ നിവർത്തിയില്ലാതെ ഞങ്ങൾ ആ വെള്ളം തിളപ്പിച്ച് കുടിക്കണം. അത് തിളപ്പിച്ച് കഴിയുമ്പോൾ എന്തോ അടിയിലെന്തോ ഊറൽ അതൊക്കെ ഉണ്ട്. അത് ഞങ്ങൾ എല്ലാവർക്കും ഡെങ്കിപ്പനി എല്ലാവർക്കും വന്നു. എല്ലാവർക്കും എന്നിട്ട് പോലും മെമ്പർ തിരിഞ്ഞു നോക്കണില്ല. അത് ഈ തോടിന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്യണില്ല. ഞങ്ങളെന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ എല്ലാവർക്കും കളക്ടർക്ക് എല്ലാവർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടൊന്നുമില്ല. ഞങ്ങളെന്തോ പുറമ്പോക്കി കിടക്കുന്ന പോലെ എന്തോ അതിനകത്ത് ആൾക്കാരെ കൊണ്ട് തട്ടിയിട്ടാണോ അവിടെ കൊണ്ട് തട്ടിയിട്ടുണ്ട്. വോട്ട് സമയത്ത് തേനെ പാല പഞ്ചായത്ത് ചോദിച്ച് ഇങ്ങോട്ട് വരും. ഇത് സംബന്ധിച്ച് കമ്പനി മുതലാളിമാരോട് പരാതിപ്പെടാൻ ചെന്നാൽ ആട്ടി ഓടിക്കുകയാണ് പതിവെന്ന് വീട്ടമ്മമാർ പറയുന്നു. ഞങ്ങളിവിടെ വന്ന സമയത്ത് ഈ കനാലിൽ അലക്കി കുളിച്ചുകൊണ്ടിരുന്നതാണ്.
ഞങ്ങളെല്ലാവരും അലക്കി കുളിച്ച് തുണികളൊക്കെ കഴുകിട്ട് ഉണക്കിക്കൊണ്ടിരുന്ന സലാദി കഴിഞ്ഞ് ഈ വെള്ളത്തിൽ ഇറങ്ങാനും നിർത്തില്ല, കാല് വരെ കടിച്ച് പൊട്ടണൊരു സ്ഥിതിവിശേഷം വന്നത്. ഞങ്ങളിതിനകത്ത് ഇറങ്ങി മണ്ണും ചെളിയൊക്കെ കോരി കൊണ്ട് നടന്ന ആൾക്കാരാണ്. ഞാൻ ഈ റോസലിയും ഷീലൊക്കെ ഞങ്ങളുടെ കുടി നടത്തിയത് ഇങ്ങനെ ഈ കനാലുണ്ടായതുകൊണ്ട് ഞങ്ങൾക്ക് അതുകൊണ്ടൊരു മെച്ചമുണ്ടായി. പക്ഷെ ഇപ്പം എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തുള്ളി വെള്ളം കിണറിൽ വരെ കുടിക്കാൻ കൊള്ളില്ലാത്ത വെള്ളമാണ്. പിള്ളേർക്ക് കൊതുക്, വൈകുന്നേരം ആകുമ്പോൾ കൊതുക് മണം ഇപ്പോഴും ഉണ്ട്, അന്നുണ്ട്. ഈ വെള്ളം വന്നു തുടങ്ങിയപ്പോൾ തുടങ്ങി മണം. എന്തോരം പരാതി കൊടുത്തോളൂ. ഞങ്ങൾ പഞ്ചായത്തിൽ പോയിട്ടുണ്ട്, കളക്ടർക്കൊക്കെ അപേക്ഷ കൊടുക്കാനായിട്ട്. ഇവരൊക്കെ ഓരോ സ്ഥലത്ത് വന്ന് ചോദിക്കുമ്പോൾ എഴുതി ഒപ്പിട്ട് എല്ലാവരുടെയും കയ്യിൽ കൊടുക്കും. ഇതിന് ഉണ്ടോന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കാണിച്ചു കൊടുത്ത് വെള്ളം വന്ന വഴി ഞങ്ങൾക്കറിയാം. ഇനി ഞങ്ങളുടെ ഈ മൂലയിൽ വന്നിട്ട് അറിയാത്ത ആൾക്കാർ കുറവുള്ളൂ. ഇഷ്ടം പോലെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ കൊടുത്തേക്കണം. ഞങ്ങളുടെ കാര്യം വഴിയാണെങ്കിൽ അവിടത്തോളം വരെ കൊണ്ടു വെച്ചേക്കണു. ഇപ്പൊ ചേച്ചി വീണ് കൈയും കാലും ഒടിഞ്ഞു കിടക്കണു. അപ്പൊ ഞാൻ ചേച്ചിക്ക് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു പാവപ്പെട്ട കൂലിപ്പണിക്ക് പോണതാണെങ്കിൽ അത് തിരക്കല്ല. അതും കൂടെ ഇല്ലാത്തൊരു ചേച്ചിയാണ്, പാവപ്പെട്ട ചേച്ചി. അത് കിടക്കണുണ്ട്, സഹിക്കില്ല. ഈ കനാലിന്റെ അവസ്ഥയുടെ ഇതാണ്. ആനാട്ടുതോടിന് റവന്യൂ രേഖകൾ പ്രകാരം 15 അടിയോളം വീതിയുണ്ട്. തോടിന്റെ ഇരുവശങ്ങളിലും 2-3 മീറ്റർ വീതിയിൽ പുറമ്പോക്ക് ഭൂമി ഉള്ളതായും രേഖകളിൽ പറയുന്നു. കാലടി ഗ്രാമപഞ്ചായത്ത് താൽപര്യമെടുത്താൽ ഇവിടെ ഒരു വാഹനം കടന്നുപോകുന്ന തരത്തിലുള്ള റോഡ് നിർമ്മിക്കാൻ കഴിയും. ആ വഴി അവിടെ തുടക്കം വന്ന സമയത്ത് ആ കനാലിൻ്റെ ഭാഗത്ത് ഈ പൊക്കത്തുള്ള ആൾക്കാർ വന്ന് കനാലിൻ്റെ ഉള്ളിലിട്ട് അവർ 3 ഇഞ്ച് വീതി കൂട്ടിയെടുത്തു. ഇപ്പം ആ വഴി വന്നേക്കണം അവിടം വരെ കനാലിൻ്റെ വീതി കുറഞ്ഞിരിക്കുകയാണ്. അത് കാരണം കൊണ്ട് ഇപ്പം എന്ത് പറ്റി? ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ അപ്പം വെള്ളം കെട്ടണം. ഇപ്പോൾ ഇത്രയും വെള്ളം കെട്ട് ഇതിലേക്ക് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഈ വഴി വന്നപ്പോൾ ഒന്നും കൂടെ വെള്ളത്തിൻ്റെ ശല്യം കൂടിയാണ്. എന്നാൽ ഈ കാണാവുന്ന പുറമ്പോക്ക് വഴി ഒക്കെ ആൾക്കാർ ഇല്ല, ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ആ മതിൽ അതൊക്കെ പുറമ്പോക്കി കയറ്റിയാണ് അവർ കെട്ടിയെടുത്തേക്കണേ. ആ പുറമ്പോക്കൊന്ന് ഒഴിവാക്കി ഇട്ട് ആ വഴി ആ കനാലിന് വീതി കൊടുത്ത് പുറത്തിട്ട് വീതി കൂട്ടായിരുന്നെങ്കിലോ ആ കനാലിന് അത്രയും വീതി ഇതേയില്ല. ഇതൊന്നും അവർക്ക് ഈ വന്ന പഞ്ചായത്തുകാർക്കോ ആര് വന്നാലും അവരുടെ കണ്ണിൽ ഇതൊന്നും പെടണേയില്ല. ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങളുടെ പറയണ വാക്കുകൾ ഒരു പുച്ഛം പോലെ അവർ തള്ളിക്കൊണ്ടുപോകണം. ആ അവസ്ഥയ്ക്ക് മൈൻഡ് ചെയ്യാറില്ല അവർ. ഇതിപ്പോൾ ഇങ്ങനെ ഒരു അവസരം വന്നാറുണ്ട് ഞങ്ങൾക്ക് ഇതിപ്പോൾ ഒന്ന് തുറന്ന് പറഞ്ഞ് അറിയിക്കാറേ. ഇത് കാണുന്ന ജനങ്ങളോടായാലും ഞങ്ങൾ പറയാണ്, ഈ കാലടി പഞ്ചായത്തിന് എന്തിനാ ഇവരിങ്ങനെ കയറിയിരുന്ന് ഇങ്ങനെ ഇത് ചെയ്യണത്? അവർക്ക് ഞങ്ങളെപ്പോലെയുള്ളവരുടെ ഇത് കാണാൻ പറ്റാണ്ട് അവർ കാശുള്ളവരുടെ പുറകെ പോയാലും അവർ ഇത് കാണുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പുറമ്പോക്കിൽ ഇങ്ങനെ കയറ്റിയെടുത്ത് ഇത് ചെയ്യും അവർ. അതൊക്കെ ഇതൊന്ന് ശ്രദ്ധയിൽപ്പെട്ട കാണുന്ന ജനങ്ങളെങ്കിലും ഇത് മനസ്സിലാക്കിയാൽ മതിയായിരുന്നു. എന്നാൽ ജനങ്ങൾ നേരിടുന്ന അടിയന്തര വിഷയങ്ങൾ ഗ്രാമസഭയിലും പഞ്ചായത്തിൽ നേരിട്ടും പലവട്ടം ബോധ്യപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഈ റൈസ് മില്ലുകളെല്ലാം വന്നപ്പോഴാണ് ഇത്തരം വെള്ളത്തിൽ ഇതായി തുടങ്ങിയേക്കുന്നത്. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ പഞ്ചായത്തിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു. പഞ്ചായത്തിൽ കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞ് ഇതേപോലെ കാലടി പോലീസ് സ്റ്റേഷനിലും കൊണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞപ്പോൾ പോലീസുകാർ പറഞ്ഞു ഞങ്ങൾക്ക് പഞ്ചായത്തുകാരൊന്നും ചെയ്യാണ്ട് ഞങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞങ്ങളത് കഴിഞ്ഞ് അദാലത്ത് കൊണ്ടുപോയി കൊടുത്തു. അദാലത്ത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നവകേരളയിലും കൊണ്ട് കൊടുത്തു പരാതി. ആ പരാതി കൊടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മന്ത്രി പറഞ്ഞു വിട്ടിട്ട് പോലീസുകാർ ഇവിടെ അന്വേഷണത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ആ പോലീസുകാർ പറഞ്ഞിട്ട് ഞങ്ങളോട് ശരി കളക്ടർക്ക് ഒരു പരാതി കൊടുക്കാൻ പറഞ്ഞു. ഞങ്ങളങ്ങനെ മാർച്ച് 31 തീയതി ഞങ്ങൾ കൊണ്ടുപോയി കളക്ടർക്ക് ഇത് കൊടുക്കാൻ പോയി കഴിഞ്ഞപ്പോൾ കളക്ടർക്ക് അന്ന് കാണാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഏപ്രിൽ 1 തീയതി ഞാനും ശോഭയും കൂടെ പിന്നെയും പോയി. ഞങ്ങൾ രണ്ടുപേരാണ് ഈ 2 പ്രാവശ്യം പോയി അത് കൊടുത്തുകൊണ്ട് കളക്ടർക്ക് നേരിട്ട് കണ്ടു കൊടുത്തുകൊണ്ട് വന്നിട്ട് ഇന്ന വരെ കളക്ടറുടെ അടുത്തുനിന്ന് ഒരു മറുപടി ഇങ്ങോട്ട് വന്നിട്ടില്ല. അതുപോലെ തന്നെ ശുചിത്വ മിഷനിലും കൊടുത്തു അന്ന് തന്നെ പരാതി. അവരുടെ അടുത്തുനിന്ന് ഒരു ഇതും വന്നിട്ടില്ല. ഇതുപോലെ പൊല്യൂഷനിൽ ആൾ വന്ന് ഈ തോട്ടിൽ നിന്ന് വെള്ളം എടുത്ത് കൊണ്ടുപോയി അവർ ടെസ്റ്റിന് കൊണ്ടുപോയി കൊണ്ട് ഈ വെള്ളം ഒഴുകി വരുന്ന സ്ഥലം മുതലൊക്കെ ഞാൻ കൊണ്ടുപോയി അവരെ കാണിച്ചു കൊടുത്തു. അവരുടെ കൂടെ PDDPയിലേക്ക് പോകാൻ നേരത്തെ തന്നെ കൊണ്ടുവന്ന് പമ്പിൻ്റെ അവിടെ ഇറക്കി വിട്ടു. ഇനി ചേച്ചി ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങളുടെ ജോലിയിൽ ബാധിക്കുമെന്ന്. അത് ബാധിക്കുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം ഞങ്ങൾക്ക് മനസ്സിലായത് എനിക്കൊരു ലെറ്റർ കിട്ടും. ആ ലെറ്ററിൽ ഈ വെള്ളങ്ങളും ഈ കനാലും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നും പറഞ്ഞാണ് ഞങ്ങൾക്ക് വന്ന ലെറ്റർ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പോലീസുകാർ പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ എഴുതും. ഞങ്ങളോട് ഒരു അനുകമ്പ കാണിച്ചത് കാലടി പോലീസുകാർ മാത്രമാണ്. അവർ ഞങ്ങളെ വിളിച്ച് പറയായിരുന്നു നിങ്ങളുടെ അവസ്ഥ കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ ഒരു ബുദ്ധിമുട്ട് തോന്നണം, നിങ്ങളിത് കൊണ്ടുപോയി കളക്ടർക്ക് നേരിട്ട് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ പോലീസുകാർ പറഞ്ഞാൽ അത് കൊണ്ടു കൊടുത്തു. ഇന്ന് വരെ ആരുടെ അടുത്തുനിന്ന് ഒരു ഇതും വന്നിട്ടില്ല. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് അംഗവും ആസൂത്രണ സമിതി വൈസ് പ്രസിഡന്റും ഒക്കെ ആയവരാണ് വാർഡിലെ ജനപ്രതിനിധികൾ. എന്നാൽ ഇവരൊന്നും ഈ 13 കുടുംബങ്ങളെ അറിഞ്ഞ മട്ടില്ല.
ഞങ്ങൾ മെമ്പറിൻ്റെ അടുത്ത് പോയി, ഗ്രാമസഭയിൽ പോയി, എത്ര ഗ്രാമസഭ ഉണ്ട് അത്ര ഗ്രാമസഭയിൽ ഞങ്ങൾ എല്ലാവരും പോകുന്നുണ്ട്. പക്ഷെ അവരോട് പറയുമ്പോൾ അവർ തൊഴിലുറപ്പുകാർ അങ്ങോട്ട് വരില്ല, വരൂല എന്നാണ് പറയണത്. പക്ഷെ എന്തുകൊണ്ട് മെമ്പർ അവർ റിപ്പോർട്ട് ചെയ്യാണ്ടല്ലേ വരാത്തത്? അതുപോലെ ഈ സ്ട്രീറ്റ് ലൈറ്റ്, ഈ വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങാൻ പറഞ്ഞു. എങ്ങനെ ഇറങ്ങും? തോട് ഏതാ റോഡ് ഏതാണെന്ന് അറിയാൻ പറ്റില്ല. തോട്ടിലേക്ക് കഴിഞ്ഞാൽ തോട്ടി കിടക്കും. ഈ വഴി ഒന്നും അറിയാൻ പറ്റില്ല. വെട്ടമുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഒന്നുമില്ല. അവരോട് പറയുമ്പോൾ അവർ പറയും ഇപ്പോൾ സ്ട്രീറ്റ് ലൈറ്റ് ഇടാൻ ഞാൻ എസ്റ്റിമേറ്റ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ നോക്കിക്കോ, അടുത്ത ആഴ്ച എസ്റ്റിമേറ്റ് വരും, പോസ്റ്റ് വരും. എന്നിട്ട് പോസ്റ്റ് വന്ന ഒരു പോസ്റ്റ് അവിടെ കണ്ട് വന്നിട്ടുണ്ട്. അത് ഈ സ്ഥലത്തോട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടേക്കണത്. അവിടെ വേണ്ട സ്ട്രീറ്റ് ലൈറ്റുള്ള സ്ഥലത്ത് അവിടെ കൊണ്ടിട്ട് ഞങ്ങൾക്ക് വെട്ടം കിട്ടുമോ? ഇവിടെ വെട്ടം കിട്ടും, ഇവിടെ പോസ്റ്റ് ഇട്ടാലേ ഞങ്ങൾക്ക് വെട്ടം കിട്ടുള്ളൂ. ഞങ്ങൾ ഈ വഴി കൂടെ എങ്ങനെ പോകും? ഇത് നോക്ക്, ഈ തോട്ടിലേക്ക് വീണ് കഴിഞ്ഞാൽ അവസ്ഥ അറിയാലോ. ഈ വെട്ടമല്ലോ വെളിച്ചമല്ലോ വഴിയില്ല. ഇതാണ് ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾ എത്ര പ്രാവശ്യം അപേക്ഷ വയ്ക്കുന്നുണ്ട്, പഞ്ചായത്തിൽ വെച്ചു, കളക്ടറേറ്റിൽ വെച്ചു, മെമ്പറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു. എന്നാൽ ഈ വെള്ളം കയറി കഴിഞ്ഞാൽ പോലും മെമ്പർ തിരിഞ്ഞു പോലും നോക്കണ്ട. വോട്ടിൻ്റെ സമയത്ത് വരും, രാപകലില്ല, സന്ധ്യാസമയത്തൊക്കെ തിരിവെക്കണ സമയത്തൊക്കെ വോട്ട് ചോദിച്ചു വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ വെള്ളം കയറിക്കാൻ ഞാൻ വിളിച്ചു പറയും, മെമ്പറെ ഇതേ വെള്ളം കയറി, ആ വെള്ളം കുറച്ചും ഇറങ്ങിപ്പോയിക്കോളൂന്ന്. ഇതാണ് മെമ്പർ പറയേണ്ടത്. കഴിഞ്ഞ ഗ്രാമസഭയിൽ ഇപ്പോഴത്തെ പുതിയ പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി ഞങ്ങളെല്ലാവരും കൂടി ഗ്രാമസഭയ്ക്ക് പോയി. അപ്പം ഞങ്ങൾ അവതരിപ്പിച്ചു, ഞങ്ങൾക്ക് വഴിയില്ല, വെട്ടമില്ല, ഒന്നുമില്ല, വെളിച്ചമില്ല, വെള്ളം കയറണം, ഞങ്ങൾ ഈ കുഞ്ഞു മക്കളായിട്ട് എങ്ങനെ പോകും? അപ്പം എന്താ പറയുക, ഈ വഴിയില്ലാത്തോട് ഞങ്ങൾ എവിടെ കൊണ്ടുവന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഇടാനാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് ജനപ്രതിനിധികൾ പ്രാദേശിക ജീവിത സാഹചര്യങ്ങളുടെ പൾസ് അറിയുന്നവരാകണം എന്ന് തുടക്കത്തിൽ പറഞ്ഞതിന്റെ പ്രസക്തി വ്യക്തമാകുന്നത്. മൈൻഡ് ഓഫ് അങ്കമാലി പുറത്തു കൊണ്ടുവരുന്ന ഈ വാർത്ത പ്രേക്ഷകർക്കൊപ്പം ബന്ധപ്പെട്ട അധികാരികളുടെയും ശ്രദ്ധയിൽ പെടുമെന്നാണ് പ്രതീക്ഷ. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.